മന്ത്രിസഭാ രൂപീകരണത്തിൽ പേരുകൾ മാറിമറിയുന്നു. ചാണ്ടിയുമ്മൻ മന്ത്രിസഭയിലേക്ക് എത്തിയേക്കില്ല. വി.ടി. ബൽറാം സ്പീക്കറായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയാകും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ആദ്യം തന്നെ സ്പീക്കർ സ്ഥാനത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്. പിന്നീടുള്ള തുടർ ചർച്ചകളിലാണോ മന്ത്രിയാക്കാനുള്ള തീരുമാനം? അപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് വി.ടി. ബൽറാമിനെ പരിഗണിക്കുകയാണോ? സ്പീക്കർ സ്ഥാനത്തേക്ക് ആദ്യം മുതൽ തന്നെ പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിലൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. എന്നാൽ സഭാ മാനേജ്മെന്റിനും കുറച്ചുകൂടി ഈ യുവത്വം കൊണ്ടുവരണം എന്നുള്ള താല്പര്യം കൂടി ബൽറാമിന് അനുകൂലമായി. അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സ്പീക്കറായി ഇരിക്കാനുള്ള താല്പര്യം കുറവുമുണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തേക്ക് വരണം എന്നതായിരുന്നു താല്പര്യം. ആ താല്പര്യം കൂടി കണക്കിലെടുത്താണ് പുനരാലോചന ഉണ്ടായത്. ആ പുനരാലോചനയുടെ വിവരം നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുന്നു. ആ ധാരണ പ്രകാരമാണ് വി.ടി. ബൽറാം മന്ത്രിസ്ഥാനത്തിന് പകരം സ്പീക്കർ പദവി ഏറ്റെടുക്കുമ്പോൾ തൃത്താല സ്ഥിരമായി സ്പീക്കർമാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം എന്ന ഖ്യാതിയിലേക്ക് മാറുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൽ സ്പീക്കറായിരുന്ന എം.വി. രാജേഷിനെ തൃത്താല മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഇപ്പോൾ ഇത്തവണ തൃത്താലയിൽ എം.വി. രാജേഷിനെ പരാജയപ്പെടുത്തിയാണ് വി.ടി. ബൽറാം ജയിച്ചത്. അങ്ങനെ വി.ടി. ബൽറാം അവിടെ സ്പീക്കറായി വീണ്ടും തൃത്താലയിൽ നിന്ന് വരുന്നു എന്നതാണ് ഈ തീരുമാനത്തിന്റെ പ്രത്യേകത. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കെ മുരളീധരന് ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കുന്നതിൽ താല്പര്യക്കുറവുണ്ട്. എല്ലാ വിവാദങ്ങൾ നിറഞ്ഞൊരു വകുപ്പായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു മാറ്റം വേണമെന്ന താല്പര്യമാണ് കെ മുരളീധരൻ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വകുപ്പുകളുടെ കാര്യത്തിൽ ഇനിയും മാറ്റങ്ങൾ വന്നേക്കാം. 12 മണിക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ചർച്ചകളിലേക്ക്. ശ്രീജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനം ഈ മുതിർന്ന നേതാക്കളെയൊക്കെ ആ നിലയിൽ തന്നെ പരിഗണിക്കണമല്ലോ. അതുമായി ബന്ധപ്പെട്ടാണ്. ആകെ 11 വകുപ്പുകൾ കോൺഗ്രസിന്റെ കയ്യിൽ. അതിൽ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ മുതിർന്ന നേതാക്കളിലേക്ക് എത്തേണ്ട സാഹചര്യവുമുണ്ട്. ഇല്ലെങ്കിലും അവിടെ പ്രശ്നമുണ്ടാകും. അപ്പോൾ ആരോഗ്യവകുപ്പ് പോലൊരു പ്രധാനപ്പെട്ട വകുപ്പ് കെ മുരളീധരൻ വേണ്ട എന്ന് പറയുമ്പോൾ മറ്റേത് എന്നുള്ള ചോദ്യമുണ്ട്. ഇതിനോടകം തന്നെ മറ്റു വകുപ്പുകളിൽ തീരുമാനമായിരിക്കുന്ന സാഹചര്യവുമാണല്ലോ. അതോടൊപ്പം തന്നെയാണ് ചാണ്ടിയുമ്മൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നതിൽ തീരുമാനമായിട്ടുണ്ടോ ഇപ്പോൾ? അത് ഏറെക്കുറെ ഉറപ്പിക്കാമോ? അസിത, ചാണ്ടിയുമ്മന്റെ കാര്യത്തിൽ ഇപ്പോൾ ചില സംശയങ്ങളുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ രാഷ്ട്രീയമാണ്. ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ഏത് ദിശയിലേക്ക് കാര്യങ്ങൾ തിരികെയും തീരുമാനങ്ങൾ എങ്ങനെ സമാപിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പറയുക വയ്യ. എന്തായാലും ഈ ഘട്ടത്തിൽ ചാണ്ടിയുമ്മന് സാധ്യത കുറഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വന്നാൽ തിരുവഞ്ചൂർ കെ മുരളീധരന് ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കാൻ വിമുഖതയുണ്ടെങ്കിൽ പക്ഷേ വിഷ്ണുനാഥ് ആ വകുപ്പിലേക്ക് വരികയും വൈദ്യുതി വകുപ്പ് അദ്ദേഹത്തിന് കെ മുരളീധരന് നൽകാനുള്ള ഒരു ഫോർമുലയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായി കെ മുരളീധരൻ വന്നപ്പോൾ അദ്ദേഹം 6 മാസക്കാലത്തേക്ക് മന്ത്രിയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റുപോയതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല. അന്നും അദ്ദേഹം വൈദ്യുതി വകുപ്പായിരുന്നു കൈകാര്യം ചെയ്തത്. ഇത്തവണയും അദ്ദേഹത്തിന് വൈദ്യുതി വകുപ്പിലൂടെ താല്പര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലപ്പോൾ ആ വകുപ്പിലേക്കാണ് അദ്ദേഹം എത്താൻ സാധ്യത. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.